ശ്രീ സായി സച്ചരിതം അധ്യായം 22. സർ പഗഡിയിൽ നിന്ന് വീണ്ടെടുക്കൽ. 1. ബാലാ സാഹിബ് മീർക്കർ. 2. ബാബു സാഹിബ് ബുട്ടി. 3. അമീർ ഷക്കാർ. 4. ഹേമന്ത് പാന്ത്. 5. സർപ്പങ്ങളെ കൊല്ലുന്നതിൽ ബാബയുടെ അഭിപ്രായം. ബാബയെ എങ്ങനെ സമാധാനപ്പെടുത്താം? ആർക്കും ബാബയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വേദങ്ങൾക്കും 1000 തലയോടുകൂടിയ ശേഷസായിക്കു കൂടി ദൈവത്തെ വിവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തന്മാർക്കും ദൈവത്തിൻ്റെ രൂപം കാണുവാനും അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ മാത്രമാണ് ശരണാഗതി. അവർക്ക് അവരുടെ ജീവിത ലക്ഷ്യം പ്രാപിക്കുവാൻ ശരണാഗതിയും ഭക്തിയോടുകൂടിയ പ്രാർത്ഥനയൊഴികെ വേറൊരു വഴിയും അറിയില്ല. പൗർണമി കഴിഞ്ഞ 15-ാം ദിവസം മുതൽ എല്ലാ ദിവസവും ചന്ദ്രൻ്റെ വെളിച്ചം ചുരുങ്ങി വന്ന് അമാവാസി ദിവസം ചന്ദ്രനെ കാണാതാവുന്നു. അതുകൊണ്ട് ജനങ്ങൾ പൗർണമി പക്ഷം തുടങ്ങുമ്പോൾ ചന്ദ്രനെ കാണാൻ ആശിക്കുന്നു. ആദ്യത്തെ ദിവസം ചന്ദ്രനെ കാണുന്നില്ല. 2-ാമത്തെ ദിവസം ചന്ദ്രകലയായി കാണുന്നു. പിന്നീട് ആളുകളോട് ചന്ദ്രനെ 2 മരക്കൊമ്പുകൾക്കിടയിൽ കൂടി നോക്കുവാൻ പറയുന്നു. കുറെ കഴിയുമ്പോൾ ചന്ദ്രകലയിരിക്കുന്ന ചന്ദ്രനെ കാണുന്നു. ഈ സംഭവത്തെ തുടർന്ന് ബാബയുടെ രൂപത്തെ നോക്കാം, ബാബയെ നോക്കാം, ബാബയുടെ രൂപത്തെ നോക്കുക. എന്തൊരു സൗന്ദര്യമുള്ള കാഴ്ച! അദ്ദേഹം വലതുകാൽ മടക്കി ഇടതു കാൽമുട്ടിന്മേൽ നെടുക്കെ വെച്ചിരിക്കുന്നു. കൈവിരലുകൾ നിവർത്തി വലതുകാലിൻ്റെ കട്ടവിരലിന്മേൽ തൻ്റെ തള്ളവിരലും സൂചിക വിരലും വിടർത്തി ഇട്ടിട്ടുണ്ട്. ഈ കാഴ്ചയിൽ ബാബ ഇപ്രകാരം പറയുന്നത് പോലെ തോന്നുന്നു: നിങ്ങൾക്ക് എൻ്റെ യഥാർത്ഥ സ്വരൂപം കാണണമെങ്കിൽ ഞാൻ എന്ന അഹംഭാവം നീക്കി സൗമ്യമായി എൻ്റെ തള്ളവിരലിൻ്റെയും സൂചിക വിരലിൻ്റെയും നടുവിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രകാശം കാണുവാൻ സാധിക്കും. ഇനി ബാബയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ബാബയുടെ വാസം കാരണം ഷിർഡി ഒരു തീർത്ഥാടന കേന്ദ്രമായി തീർന്നു. പല സ്ഥലങ്ങളിൽ നിന്നും എളിയവരും പണക്കാരും കൂട്ടം കൂട്ടമായി വന്ന പല വിധത്തിൽ നന്മകളുടെ സായുജ്യമടയുന്നു. അത്ഭുത സർവ്വവ്യാപിയായ ബാബയുടെ അളവറ്റ സ്നേഹവും അറിവും വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും? ഏതൊരാൾ അത് അനുഭവിക്കുന്നു അവൻ അനുഗ്രഹപ്പെട്ടവനാണ്. ചില സമയങ്ങളിൽ ബാബ ദീർഘനേരത്തേക്ക് നിശബ്ദനായിരിക്കും. അതൊരു വിധത്തിൽ ബ്രഹ്മോപദേശമായും മറ്റു ചില സമയങ്ങളിൽ ശുദ്ധജ്ഞാനിയായും കാണപ്പെടുന്നു. അവതാര പുരുഷൻ ബാബയെ ചുറ്റി ഭക്തന്മാരും. ബാബ ദൃഷ്ടാന്തങ്ങളിൽ ഉപമകളിൽ സംസാരിച്ച ചില സമയങ്ങളിൽ തമാശയുടെ ഭാവത്തിലും സംസാരിച്ചിരുന്നു. ചില സമയങ്ങളിൽ സൗമ്യമായിരുന്നു. ചില സമയത്ത് ദേഷ്യത്തിലായിരുന്ന പോലെയും തോന്നും. ബാബ വളരെ നേരം വാദിച്ചിരുന്നു. പല സമയങ്ങളിലും നേരിട്ട് തന്നെ പറയും. ഇപ്രകാരം ബാബ പലർക്കും പല ആജ്ഞകൾ കൊടുത്തിരുന്നു. അത് കാരണം ബാബയുടെ ജീവിതം തെളിവില്ലാത്തത് നമ്മുടെ ബുദ്ധിക്ക് ഉപരിയുമായിരുന്നു. ബാബയുടെ മുഖം കാണാനുള്ള ആഗ്രഹം, സംസാരിക്കുവാനുള്ള കൊതി, ലീലകൾ കേൾക്കുവാനുള്ള ഇഷ്ടം, ഇവകൾക്ക് അതിരില്ലായിരുന്നു. എന്നാലും നമ്മളിൽ സന്തോഷം തുളുമ്പി നിന്നിരുന്നു. നമുക്ക് മഴയെ അളക്കുവാൻ സാധിക്കും, പക്ഷെ ആർക്ക് ബാബയുടെ ലീലകളെ അളക്കുവാൻ സാധിക്കും? നമുക്കിപ്പോൾ ഒരു സംഗതി വിവരിക്കാം. അതായത് ബാബ എങ്ങനെ തൻ്റെ ഭക്തന്മാരുടെ വർത്തമാനങ്ങളെ മുമ്പ് തന്നെ ഗ്രഹിച്ചിരുന്നു, എന്നിട്ട് അവരോട് മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നു. ബാലാ സാഹിബ് മീർക്കാർ. ബാലാ സാഹിബ് മീർക്കാർ സർദാർ കാക്ക സാഹിബ് മീർക്കാർ മാമൽദാർ കോപ്പർഗോവിൻ്റെ മകനാണ്. അദ്ദേഹം ചിത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് ഷിർഡിയിൽ ബാബയെ കാണാൻ ചെന്നു. മസ്ജിദിൽ ചെന്ന് ബാബയെ നമസ്കരിച്ച് സാധാരണയുള്ള ദേഹസ്ഥിതി മുതലായ കുശല പ്രശ്നങ്ങൾ നടത്തി. അപ്പോൾ ബാബ ഒരു മുന്നറിയിപ്പ് കൊടുത്തു: നിനക്ക് ദ്വാരകാമയി അറിയുമോ? ബാലാ സാഹേബ് അതെന്താണെന്ന് അറിയാത്തതിനാൽ നിശബ്ദനായിരുന്നു. ബാബ വീണ്ടും പറഞ്ഞു: ഇത് നമ്മുടെ ദ്വാരകാമയിയാണ്. അവിടെയാണ് നീ ഇരിക്കുന്നത്. കുട്ടികൾ അവളുടെ മടിയിൽ ഇരുന്നാൽ അവർക്ക് ഭയം ഇല്ലാതാകുന്നു. ഈ മസ്ജിദ് മായി വളരെ കരുണാമയിയാണ്. അവർ സാധാരണ ഭക്തന്മാരുടെ കരുണയുള്ള അമ്മയാണ്. അപകടങ്ങളിൽ നിന്ന് അവർ രക്ഷിക്കും. ഒരിക്കൽ ആരെങ്കിലും അവളുടെ മടിയിൽ ഇരുന്നാൽ അവരുടെ നിഴലിൽ ഇരിക്കുന്നവർക്കും ആശീർവാദം ലഭിക്കും. ബാബ അദ്ദേഹത്തിൻ്റെ കയ്യിലും നെറ്റിയിലും വിഭൂതി ഇട്ടുകൊടുത്തു. ബാലാ സാഹേബ് പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ബാബ വീണ്ടും പറഞ്ഞു: നിനക്ക് ആ വലിയ ബാബെ, നീണ്ട മാന്യനെ അറിയുമോ? സർപ്പം. എന്നിട്ട് തൻ്റെ ഇടത് കൈ കൊണ്ട് അതിനെ വലത് കൈമുട്ടിൻ്റെ അടിയിലേക്ക് നീക്കി ഇടത് കൈ ഒരു സർപ്പത്തിൻ്റെ ഫണം പോലെ വച്ചുകൊണ്ട് പറഞ്ഞു: അവൻ വളരെ ഭയങ്കരനാണ്. പക്ഷെ ദ്വാരകാമയിലെ കുട്ടികളെ അവന് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ കൂടിയിരുന്ന എല്ലാവരും ജിജ്ഞാസയോടെ എന്താണ് മീർക്കാരോട് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അറിയുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആർക്കും ബാബയോട് ചോദിക്കുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ബാബാ സാഹേബ് പിന്നെ ബാബയെ വന്ദിച്ച ശേഷം ഷാമ ഉടൻ മസ്ജിദ് വിട്ടു. ബാബ ഷാമാവിനെ തിരികെ വിളിച്ച് ബാലാ സാഹേബിൻ്റെ കൂടെ ചെന്ന് ചിത്തിലെ യാത്ര ചെയ്യാനായി പറഞ്ഞു. ഷാമ
ബാലാസാഹബിനോട് ബാബയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. ബാലാസാഹേബ് അതിന് മറുപടിയായി പോരേണ്ടെന്നും അത് വളരെ അസൗകര്യമായിരിക്കുമെന്നും പറഞ്ഞു. ശ്യാമ ബാബയുടെ അടുക്കൽ തിരിച്ചു വന്ന ബാലാസാഹേബ് പറഞ്ഞതിനെ അറിയിച്ചു. ബാബ പറഞ്ഞു, ശരി, പോകണ്ട. നമ്മൾ നല്ലവണ്ണം അറിഞ്ഞ് അതുപോലെ ചെയ്യണം. എന്ത് നടക്കാൻ വിധിച്ചിട്ടുണ്ടോ അത് നടക്കും. ഇതിനിടയിൽ ബാലാസാഹേബ് തിരികെ ഒരു പ്രാവശ്യം ആലോചിച്ച് ശ്യാമയെ തൻ്റെ കൂടെ ചെല്ലുവാൻ അപേക്ഷിച്ചു. ശ്യാമ തിരികെ ബാലാസാഹേബിനോട് ചെന്ന് പറഞ്ഞ് ബാലാസാഹേബിനോട് കൂടി യാത്ര പുറപ്പെട്ടു. രാത്രി 9 മണിക്ക് അവർ ചിത്താലയിലെത്തി. മാരുതി മന്ദിരയിൽ താമസം ഉറപ്പിച്ചു. ഓഫീസിൽ ജനങ്ങൾ വന്നിരുന്നില്ല. അതുകൊണ്ട് അമ്പലത്തിൽ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ബാലാസാഹേബ് ഒരു പായയിലിരുന്ന് വർത്തമാനപത്രം വായിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അംഗവസ്ത്രം മുകളിൽ നിന്ന് അരയിൽ ചുറ്റിയിരുന്നു. അതിൽ ഒരു പാമ്പിരിക്കുന്നത് അറിഞ്ഞില്ല. അത് ശബ്ദമുണ്ടാക്കി അനങ്ങുന്നത് ഒരു സേവകൻ കണ്ടു. അവൻ ഒരു റാന്തൽ വിളക്ക് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഒരു സർപ്പത്തെ കാണുകയും പാമ്പ് പാമ്പ് എന്ന് നിലവിളിക്കുകയും ചെയ്തു. ബാലാസാഹേബ് ഭയന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. ശ്യാമാവും ആശ്ചര്യഭരിതനായി നോക്കി നിന്നു. പിന്നീട് അവരെല്ലാവരും അവിടുന്ന് പതുക്കെ മാറി കൈകളിൽ വടിയുമായി വന്നു. സർപ്പം പതുക്കെ അരയിലേക്ക് ഇറങ്ങി ബാലാസാഹേബിൽ നിന്നും ദൂരെ ചെന്നു. അവൻ അതിനെ അടിച്ചു കൊന്നു. ആ ആപത്ത് ബാബ നേരത്തെ തന്നെ കണ്ടിരുന്നത് അറിഞ്ഞിരുന്നത് മാറുകയും ബാലാസാഹേബിൻ്റെ അതിയായ ബഹുമാനത്തോടു കൂടിയുള്ള ഭക്തി ഉറപ്പാക്കുകയും ചെയ്തു. ബാബു സാഹേബ് ബുട്ടി. ഒരു വലിയ ജ്യോതിശാസ്ത്രജ്ഞൻ നാനാ സാഹേബ് ഡോംഗ്ലെ ബാബു സാഹേബ് ബുട്ടിയോട് ഷിർഡിയിലുള്ളപ്പോൾ പറഞ്ഞു, ഇന്നൊരു ചീത്ത ദിവസമാണ്, നിങ്ങളുടെ ജീവന് ആപത്ത് സംഭവിക്കാം. ഇത് കേട്ട ബാബ സാഹേബ് സ്തബ്ധനായി. അവരെല്ലാം മസ്ജിദിലേക്ക് പോകുമ്പോൾ ബാബ ബാബുവിനോട് പറഞ്ഞു, എന്താണ് ഈ നാന പറഞ്ഞത്? അദ്ദേഹം നിങ്ങളുടെ മരണത്തെ മുന്നറിയിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പേടിയില്ലേ? അവനോട് പറയുക, നമുക്ക് നോക്കാം എങ്ങനെ മരണം വരുന്നുവെന്ന്. പിന്നീട് ബാബു സാഹേബ് തൻ്റെ മുറിയിൽ വിസർജിക്കാനായി ചെന്നു. അദ്ദേഹം അവിടെ ഒരു സർപ്പത്തിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ ഒരു കല്ലെടുത്ത് അതിനെ എറിയാൻ ശ്രമിച്ചു. ബാബു സാഹേബ് ഒരു വലിയ വടി കൊണ്ടുവരാനായി പറഞ്ഞു. പക്ഷേ അവൻ വടി കൊണ്ടുവരുന്നതിന് മുമ്പ് ആ സർപ്പം ഇഴഞ്ഞ് ദൂരെ പോവുകയും ഒടുവിൽ കാണാതാവുകയും ചെയ്തു. ബാലാസാഹേബ് ബാബ പറഞ്ഞ ഭയമില്ലായ്മയെ ഓർത്തു. അമീർ ഷക്കാർ. കോപ്പർഗോവ് താലൂക്കിൽ കോൽഹെ ഗ്രാമവാസിയായിരുന്നു അമീർ ഷക്കാർ. അവൻ പറയ ജാതിയിൽപ്പെട്ടവനായിരുന്നു. അവനൊരു വ്യാപാരത്തിൽ പണം മേടിക്കുന്ന കൂലിക്കാരനായി ജോലിയെടുത്തു. അവിടെ ഉള്ളവർക്കെല്ലാം അവനെ അറിയാമായിരുന്നു. ഒരിക്കൽ വാദത്തിൻ്റെ ഉപദ്രവത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. അത് അവന് വലിയൊരു വേദനയായിരുന്നു. അവൻ ദൈവത്തെ, അല്ലാഹുവിനെ ഓർത്തു. ജോലി വിട്ട് കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ബാബയോട് പ്രാർത്ഥിച്ചു. ബാബ അവനെ ചാവടി സത്രത്തിൽ താമസിപ്പിച്ചു. രോഗികൾ താമസിക്കുന്ന ആ സത്രം ഇപ്പോൾ വളരെ ഈറനും അനിവാസിത സ്ഥലവുമായിരുന്നു. എങ്കിലും ഗ്രാമമോ അല്ലെങ്കിൽ കോൽഹിലെ തന്നെയോ അമീർക്ക് സൗകര്യമായിരിക്കും. പക്ഷേ ബാബയുടെ വാർത്ത ഒരു മുഖ്യ ആജ്ഞയോടുകൂടിയതായിരുന്നു. ബാബ അവനെ മസ്ജിദിലേക്ക് വരാൻ അനുവദിച്ചില്ല. പക്ഷേ ചാവടിയിൽ തന്നെ താമസിപ്പിച്ചു. ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും ആ ജാഥയിൽ ബാബ അവിടെ ചെന്ന് കുറേ നേരം ഉറങ്ങിയിരുന്നു. അതിനാൽ അമീർക്ക് ബാബയുടെ സംയോജനം പലപ്പോഴും കിട്ടിയിരുന്നു. അമീർ അവിടെ 9 മാസം താമസിച്ചു. അതിൽ പിന്നെ ആ സ്ഥലം വെറുപ്പായി തീർന്നു. അതിനാൽ അവൻ ഒരു രാത്രിയിൽ സ്ഥലം വിട്ട് കോപ്പർഗോണിലേക്ക് ചെന്ന് അവിടെ ഒരു ധർമ്മസ്ഥലത്ത് താമസിച്ചു. അവിടെ മരണശയ്യയിൽ കിടക്കുന്ന പ്രായമായ ഒരു ഫക്കീറിനെ കണ്ടു. അദ്ദേഹം അമീറിനോട് വെള്ളം ചോദിച്ചു. അമീർ വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തു. അത് കുടിച്ചയുടൻ അദ്ദേഹം മരിച്ചു. അപ്പോൾ അമീർ അമ്പരന്ന നിലയിലായി. ഈ വർത്തമാനം അധികാരികളോട് പറഞ്ഞാൽ അദ്ദേഹത്തെ മരണത്തിനുള്ള കാരണഭൂതനാക്കും. എന്തെന്നാൽ അയാളാണ് ആദ്യമായി ഈ വർത്തമാനം അറിയിച്ചതും അതിനാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമെന്നും വരും. അദ്ദേഹം ഷിർഡി ബാബയുടെ സമ്മതമില്ലാതെ വിട്ടതിൽ പശ്ചാത്തപിച്ച ബാബയെ പ്രാർത്ഥിച്ചു. അതിനാൽ തിരിച്ച് ഷിർഡിക്ക് പോകുവാൻ തീരുമാനിച്ചു. രാത്രി തന്നെ പുറപ്പെട്ടു. ബാബയെ ഓർത്തും ബാബയുടെ നാമം ഉരുവിട്ടും കൊണ്ട് ഷിർഡിയിൽ പുലർച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം എത്തിച്ചേർന്നു. അതിൽ പിന്നെ തൻ്റെ ചിന്തകളിൽ നിന്ന് തീരെ സ്വതന്ത്രനായി. പിന്നീട് അദ്ദേഹം ചാവടിയിൽ ബാബയുടെ ആഗ്രഹപ്രകാരവും ആജ്ഞപ്രകാരവും താമസം ഉറപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയും ചെയ്തു. ഒരു അർദ്ധരാത്രിയിൽ ബാബ നിലവിളിച്ചു, "ഓ അബ്ദുൾ, ഏതോ ഒരു ചെകുത്താൻ എൻ്റെ കിടക്കയുടെ ഒരു ഭാഗത്ത് അടിക്കുന്നു." അബ്ദുൾ ഒരു വിളക്കുമായി വന്ന് പരിശോധിച്ചു. പക്ഷെ ഒന്നും കണ്ടില്ല. നല്ലതുപോലെ എല്ലാ സ്ഥലത്തും പരിശോധിക്കാനായി ബാബ പറഞ്ഞു. എന്നിട്ട് തൻ്റെ ചെറിയ വടി കൊണ്ട് നിലത്തടിക്കാൻ തുടങ്ങി. ബാബയുടെ ഈ ലീലകൾ കണ്ട് അമീർ വല്ല സർപ്പവും ഉണ്ടെന്ന് ബാബ വിചാരിച്ചിരിക്കുമെന്ന് കരുതി.
അമീറിനോട് ബാബയോടുള്ള അടുപ്പം കാരണം ബാബയുടെ വാർത്തകളും കാര്യങ്ങളും എളുപ്പത്തിൽ അറിഞ്ഞിരുന്നു. ബാബ പിന്നെ അമീറിന്റെ തലയിണയ്ക്കടുത്ത് എന്തോ നീങ്ങുന്ന മാതിരി കണ്ടു. ബാബ അബ്ദുള്ളയോട് ഒരു ദീപം കൊണ്ടുവരാനായി പറഞ്ഞു. അത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഒരു സർപ്പം ചുരുണ്ടു കിടക്കുന്നതും അതിൻ്റെ തല മേലോട്ടും കീഴോട്ടും നീങ്ങുന്നതായും കണ്ടു. ഉടനെ ആ സർപ്പത്തെ അടിച്ചു കൊന്നു. അങ്ങനെ ബാബ തക്ക സമയത്ത് അമീറിൻ്റെ ജീവൻ രക്ഷിച്ചു. ഹേമന്ത് പന്ത്, തേളും സർപ്പവും. ബാബയുടെ ശുപാർശയിൽ കാക്കാ സാഹേബ് ദീക്ഷിത് ഏക്നാഥ് മഹാരാജാവിൻ്റെ 2 കൃതികൾ ഭാഗവതം, ഭാവാർത്ഥ രാമായണം ദിവസേന വായിക്കുക പതിവായിരുന്നു. ഹേമന്ത് പന്ത് ഇതൊരു ഭാഗ്യമായി കരുതി. എന്തെന്നാൽ അദ്ദേഹം ഈ കഥകൾ വായിക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഒരിക്കൽ രാമായണത്തിലെ ഒരു ഭാഗം വായിക്കുമ്പോൾ അമ്മയുടെ ആജ്ഞപ്രകാരം രാമന്റെ വലിയ മനസ്സിനെ ഹനുമാന്റെ പരീക്ഷണങ്ങൾ മൂലം വായിക്കുകയായിരുന്നു. ശ്രോതാക്കളെല്ലാം അനങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു. ഹേമന്ത് പന്തും കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഒരു വലിയ തേൾ ആരും അറിഞ്ഞില്ല. എവിടെ നിന്നോ ഒരു വലിയ തേൾ ഹേമന്ത് പന്തിന്റെ വലതു തോളിലിട്ടിരിക്കുന്ന അംഗവസ്ത്രത്തിൽ ചാടിക്കയറി ഇരിപ്പായി. ആദ്യം ആരും അതിനെ കണ്ടില്ല. കഥകൾ കേൾക്കുന്നവരെ ദൈവം രക്ഷിക്കും. ഹേമന്ത് പന്ത് വളരെ സാധാരണയായി തിരിഞ്ഞപ്പോൾ വലതു തോളിൽ തേളിനെ കണ്ടു. അത് നിശ്ചലമായി ഇരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഹേമന്ത് പന്ത് ആരെയും ഉപദ്രവിക്കാതെ തൻ്റെ അംഗവസ്ത്രത്തിൻ്റെ 2 അറ്റവും ചേർത്ത് തോളിലിരുന്ന തേളിനെ പിടിച്ച് പൂന്തോട്ടത്തിലേക്ക് എറിഞ്ഞു. 2. വേറൊരു അവസരത്തിൽ കാക്കാ സാഹേബ് ബാവഡയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. സൂര്യാസ്തമനത്തിന് മുമ്പ് ഒരു സർപ്പം ജനാല വഴി അകത്ത് കടന്ന് ചുരുണ്ടു കിടക്കുകയായിരുന്നു. ഒരു വിളക്ക് കൊണ്ടുവന്നു. വിളക്കിൻ്റെ ഭ്രമത്താൽ അതൊന്ന് ഭയന്നുവെങ്കിലും അനങ്ങാതെ തല ഉയർത്തിയും താഴ്ത്തിയിരുന്നു. കുറുവടി, വടി മുതലായവയുമായി ആളുകൾ ഓടിയെത്തി. വടി കൊണ്ടിട്ട് അടിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സ്ഥലത്തിലായിരുന്നു ആ സർപ്പം കിടന്നിരുന്നത്. ആളുകളുടെ ആരവം കേട്ട ഒരു ചെറിയ ദ്വാരത്തിലൂടെ സർപ്പം പുറത്തേക്ക് പോയി. അതോടെ എല്ലാവരും ആശ്വസിച്ചു. ബാബയുടെ അഭിപ്രായം. മുക്താറാം എന്നൊരു ഭക്തൻ പിന്നീട് പറഞ്ഞു, ആ സാധു ജന്തു രക്ഷപ്പെട്ടത് നന്നായി. ഹേമന്ത് പന്ത് അതിനോട് തർക്കിച്ചു. സർപ്പങ്ങളെ കൊല്ലാമെന്നും കൊല്ലരുതെന്നുമായിരുന്നു തർക്ക വിഷയം. രാത്രിയായപ്പോൾ ആ സംഭാഷണം ഒരു തീരുമാനവുമില്ലാതെ നിന്നു. അടുത്ത ദിവസം ഈ ചോദ്യം ബാബയെ അറിയിച്ചു. അതിന് ബാബ ഒരു ഉത്തരം ഇപ്രകാരം നൽകി: ദൈവം എല്ലാ ജന്തുക്കളിലും വസ്തുക്കളിലും കുടികൊള്ളുന്നു. അത് തേളായാലും പാമ്പായാലും ശരിയാണ്. എല്ലാത്തിൻ്റെയും കർത്താവ് മാത്രമല്ല, എല്ലാ വസ്തുക്കളിലും തേളുകളിലും സർപ്പങ്ങളിലുമെല്ലാം അദ്ദേഹത്തെ അനുസരിക്കുന്നു. അദ്ദേഹം വിചാരിക്കാതെ ആർക്കും ഒന്നിനെയും ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിലാണ് ഇരിക്കുന്നത്. ആരും സ്വതന്ത്രരല്ല. അതുകൊണ്ട് നമ്മൾ ജന്തുക്കളോട് ദയ കാണിച്ച് ഒന്നിനെയും കൊല്ലരുത്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും രക്ഷകർത്താവ്. ശ്രീ സായിനാഥിന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. ഓം സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്.